കൂടെ നിന്ന വ്യക്തിത്വങ്ങൾക്കുള്ളൊരു സ്നേഹ ഉപഹാരം നൽകുന്നൊരു ചടങ്ങ് കൂടിയാണ് അതിനിടയിലൂടെ നമുക്ക് നടത്താനുള്ളത്. ഇപ്പം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമുക്ക് CA ഉമ്മർ സാറിനെയാണ്. മലഞ്ചരക്ക് വ്യാപാര രംഗത്തെ നിറസാന്നിധ്യമായുള്ള കോഴിക്കോടിൻ്റെ മണ്ണിൽ ഏതൊരു കാര്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങൾക്കാണെങ്കിലും ഒരു വിളി വിളിച്ചാൽ ഓടിയെത്തുന്ന വ്യക്തിത്വമാണ് നമ്മുടെ CA ഉമ്മർക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫറൂഖ് കോളേജ് കമ്മിറ്റി മെമ്പറാണ്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി മാറിയിട്ടുള്ള നമ്മുടെ ഉമ്മർക്കാക്കുള്ളൊരു സ്നേഹ ഉപഹാരമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ച് നൽകാൻ പോകുന്നത്. വളരെ സ്നേഹപൂർവ്വം ഈ ഒരു മഹ്ഫിൽ സ്ക്വയർ ബീച്ച് ബാൻഡിൻ്റെ ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉമ്മർക്കാക്കുള്ളൊരു സ്നേഹ ഉപഹാരം നൽകുന്നത് നമ്മുടെ മ്യൂസിക് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സലാം കെ പ്രസിഡൻ്റായിട്ടുള്ള സലാം കെയാണ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കലാകാരന്മാരെ കലയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തില്ല നമ്മുടെ സലാം കെയാണ്. നിറഞ്ഞൊരു കൈയടിയോട് കൂടി തന്നെ സ്നേഹ ആദരത്തോട് കൂടി തന്നെ സലാം കെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു സമയമാണ് കേട്ടോ. കാരണം തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ഈ പരിപാടിയിൽ 2 വാക്ക് അനുവാദത്തോടു കൂടി പറയുകയാണ്. പാട്ട് പെട്ടെന്ന് തുടങ്ങും. ഇപ്പോൾ ഇവിടെ ആദരിക്കപ്പെട്ട ഉമ്മർക്ക് എത്രയോ കാലമായിട്ട് അറിയുന്ന ഒരാളാണ്, എത്രയോ കാലങ്ങളായി. അതുപോലെ തന്നെ ശുഭ എൻ്റെ കൂടെ പാടിയ ആളാണ്. മിനി സ്കേർട്ട് ഇട്ടിട്ട്, ഇപ്പം ശുഭേച്ചി എന്ന് പറയുന്നുണ്ട്, മിനി സ്കേർട്ട് ഇട്ട് എൻ്റെ കൂടെ പാടിയതാണ്. അന്നും പാട്ട് നന്നായിരുന്നു, ഇപ്പോഴും നന്നായി പാടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറോസ്, എൻ്റെ വയസ്സ് ഇവർക്കൊക്കെ അറിയാം, വിളിക്കണ്ട, എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവർ രൂപീകരിച്ചതും അതിൻ്റെ ഈ പരിപാടി നടന്നതിലും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മഹ്ഫിൽ സ്ക്വയർ ബീച്ച് ബാൻഡിൻ്റെ ട്രഷറായിട്ടുള്ള നമ്മുടെ അബൂബക്കർക്കാക്കുള്ളൊരു സ്നേഹോപഹാരമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ച് നൽകാൻ പോകുന്നത്. ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയ സമയം തൊട്ട് ഏതു കാര്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്തുന്ന കലാകാരന്മാരെ അത്രത്തോളം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയ സ്നേഹനിധി അബൂബക്കർക്ക. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നിറഞ്ഞൊരു കയ്യടിയോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു ടൗൺ ഹാളിൻ്റെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ അബൂബക്കർക്ക. എന്തായാലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. അദ്ദേഹത്തെ ഒരു മൊമെൻ്റോ നൽകുന്നതിനായിട്ട് കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു കോഴിക്കോടിൻ്റെ മണ്ണിൽ മാത്രമല്ല മലയാളിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ സ്വന്തം പിന്നണി ഗായകനായിട്ടുള്ള നമ്മുടെ സുനിൽ കുമാർ സാറിനെ നിറഞ്ഞൊരു കയ്യടി കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ 2 വാക്ക്. അത് ഞാൻ ആദ്യം തന്നെ എൻ്റെ ടങ് സ്ലിപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് വായിന്ന് വന്നു പോയതാ സർ. 2 വരി, അതിനുശേഷം 2 വാക്ക്. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആദ്യമായിട്ട് നമുക്ക് ഈ മഹ്ഫിൽ സ്ക്വയറിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആർജവത്തോടൊരു കയ്യടി കൊടുക്കുക. കാരണം കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരുപാട് കലാകാരന്മാർ ജനിച്ചു വീണ് ലോകമെമ്പാടുള്ള മലയാളികൾ ഏറ്റെടുത്ത കലാകാരന്മാരുണ്ട്. ഇതുപോലെ കഴിവുറ്റ കലാകാരന്മാരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനുള്ള മനസ്സ്, അതിനാണ് ഏറ്റവും വലിയൊരു സല്യൂട്ട് നമുക്ക് കൊടുക്കുക.
കാരണം ഇവരുടെ ആതിഥേയത്വം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഓരോ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ആളുകളും നമ്മൾ വന്നിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കും വെള്ളത്തിൻ്റെ ബോട്ടിൽ വരെ ഓരോരുത്തരെ നോക്കി കൊടുക്കുകയാണ്, ഒരു കയ്യടി കൊടുക്കുക. കാരണം നമ്മളെ കോഴിക്കോട്ടുകാർ പൊതുവെ സൽക്കാരപ്രിയരാണ്. നമ്മളെ കവച്ച് വെക്കാൻ ലോകത്തെവിടെയുള്ള, കാരണം പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്തുകൊണ്ട് നമുക്കറിയാം. ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത്രയും ഈ നിറഞ്ഞ ടൗൺ ഹാൾ തന്നെ അതിൻ്റെ തെളിവാണ്. വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജ്, നല്ല ശബ്ദ നിയന്ത്രണം, ഓർക്കസ്ട്ര പിന്നെ ഞാൻ പറയുന്നില്ല, കാരണം വെരി ബ്യൂട്ടിഫുൾ. ഒരു കയ്യടി കൊടുക്കുക, ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ വളരെ ആത്മസുഹൃത്തായിട്ടുള്ള ഫിറോസ് ഭായി, ശുഭചേച്ചി ഒക്കെ ഈ പറഞ്ഞ പോലെ വളരെ കൊച്ചുനാൾ മുതൽ കാണുന്നവളാണ്. 2 വട്ടോ 3 വട്ടോ ശുഭചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും വരണമെന്ന്. അതുപോലെ ഫിറോസ് ഭായ്, അതുപോലെ പാടിയിരിക്കുന്ന എല്ലാവരും വെരി നൈസ് വോയിസ്. എല്ലാവർക്കും, കാരണം ഈ ഒരു മനസ്സിനാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് ഒരു കലാകാരൻ വളരുള്ളൂ. നമ്മൾ വീട്ടിലിരുന്നിട്ട് ബാത്റൂമിൽ പാടിയിട്ട് കാര്യമില്ലല്ലോ. പാടാനുള്ള ഈ ഒരു വേദി, ഇത്രയും മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന വേദി, ഇതിൻ്റെ പുറകിൽ കൊടുത്ത എല്ലാ ആഡ് കൊടുത്തിരിക്കുന്ന ആളുകൾ, സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഓരോ പില്ലേഴ്സാണ്. എല്ലാവർക്കും വലിയൊരു സല്യൂട്ട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുകയാണ്. ഒരു 4 വരി. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ, അവിടെ മനുഷ്യനുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവരെ. താങ്ക് യു. ഒരിക്കൽ കൂടി എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് ഫിറോസ് ഭായ് ചെയർമാൻ ഭായ്, താങ്ക് യു. ഈ അബൂക്കൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.